അപ്പം നിവൃത്തി ധർമ്മത്തിലേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അനാസക്തിയിലേക്ക് അങ്ങനെ ഒരു കാൽവെച്ച് വരുന്ന പൗരന്മാർ, അവർക്ക് എന്താണ് ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും ഏത് രീതിയിലാണ് അവർക്ക് അവരുടെ ആശയങ്ങളെ സ്വരൂപിച്ചെടുക്കേണ്ടത് എന്നുള്ള ഒരു വിഷയം ശ്രീ പൂജനീയ സാധു പത്മനാഭൻജി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കും. വൈദിക സാഹിത്യത്തിൽ കുറേ ചതുഷ്കങ്ങളുണ്ട്, നന്നാലെണ്ണം ഒരുമിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ തന്നെ ജീവിത ദശകളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ചിലത് ഇദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഞാനതിൽ ചിലത് ഒന്നെടുത്ത് നിങ്ങളുടെ മുൻപിൽ എണ്ണം പറഞ്ഞ് ഒന്ന് പ്രസൻറ്റ് ചെയ്തോട്ടെ. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇത് ജീവിതദശകളിൽ വയസ്സനുസരിച്ച് ഒരു വിഭജനം നടത്തുന്ന ഒന്നാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന തരത്തിലും ഈ ജീവിത പ്രയാണത്തെ 4ആയി വിഭജിച്ച് പറയാറുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 പദങ്ങൾ കൊണ്ട് ജീവിത ലക്ഷ്യങ്ങളെയും നിർവചിച്ചിട്ടുണ്ട്. ഇവിടെ ഏതിൻ്റെ കൂടെ പോകാം, ഏതുവരെ പോകാം എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചിന്ത അർഹിക്കുന്ന ഒരു വിഷയമാണ്. എപ്പോഴാണ് ഒരാൾ വാനപ്രസ്ഥാശ്രമിയാകുന്നത്? എൻ്റെ ഒരു പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് വിയോജിച്ച് പറയുന്നതാകാം, ഞാൻ ഈ ധർമ്മത്തെ 3-ാം സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തും, തീരെ അങ്ങ് തള്ളി അവസാനത്തേക്ക് കൊണ്ടുവരികയല്ല. അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം എന്ന ഒരു ക്രമത്തിലേക്ക് അതിനെ മാറ്റി പ്രതിഷ്ഠിച്ചാൽ എന്ത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിനർത്ഥം അർത്ഥകാമങ്ങൾ ധർമ്മവിധേയമാകണ്ട എന്നല്ല. അർത്ഥകാമങ്ങളും ധർമ്മവിധേയം തന്നെയാണ്. പക്ഷേ ജീവിതദശയിലെ അവരുടെ ഒരു സ്ഥാനം ആദ്യഘട്ടങ്ങളിലാണ്. ബ്രഹ്മചര്യകാലം അർത്ഥത്തിന് വിനിയോഗിക്കേണ്ടതാണ് എന്ന് പറയാം. ഗാർഹസ്ഥ്യം അർത്ഥകാമങ്ങൾക്ക് ചേർന്ന് വിനിയോഗിക്കേണ്ടതാണ് എന്നും പറയാം. അങ്ങനെയെങ്കിൽ വാനപ്രസ്ഥാശ്രമം ധർമ്മത്തിനു വേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. ഈ വിഷയമാണ് ഞാൻ ഇന്ന് ചർച്ചയിൽ പ്രധാനമായി അവതരിപ്പിക്കുന്നത്. ബ്രഹ്മചര്യം, ബ്രഹ്മത്തെ മാത്രം മനസ്സിൽ കരുതി ജീവിത മൂല്യങ്ങളെ ഒന്നും അല്ലെങ്കിൽ ജീവിത ലക്ഷ്യങ്ങളെ ഒന്നും കാണാതെ പ്രവർത്തിക്കുന്ന ഒരു ചര്യയാണ് എന്ന് കരുതുന്നില്ല. അത് വിദ്യ, ധനം ഇവ രണ്ടും ഉൾപ്പെട്ട ഒരു ലക്ഷ്യബോധത്തിലേക്ക് ഒരു പഠന പ്രക്രിയയിലൂടെ എത്താനുള്ള ഒരു ശ്രമമാണ് എന്ന് ഞാൻ പറയും. അവിടെ വിദ്യയ്ക്ക് സ്ഥാനമുണ്ട്, അതുപോലെ തന്നെ ധനത്തിനും സ്ഥാനമുണ്ട്. അപ്പോൾ ഈ ജീവിത ദശകളിൽ തീർച്ചയായും ലക്ഷ്യങ്ങൾക്കൊരു ഓവർലാപ്പിംഗ് ഉണ്ട്. വിദ്യ മാത്രം അല്ല ബ്രഹ്മചര്യം, അവിടെ സമാഹരണത്തിനുള്ള ഒരു ലക്ഷ്യവും അതിൽ കടന്നു വരാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ദശയിൽ, അതായത് ഗാർഹസ്ഥ്യത്തിൽ, ധനത്തിനും സ്ഥാനമുണ്ട്, കാമത്തിനും സ്ഥാനമുണ്ട്. ഇവിടെ
ധനസമാഹരണം ഇന്നത്തെ സമൂഹത്തിൽ ഏതു വിധേനയുമാകാം എന്നൊരു നില വന്നിട്ടുണ്ട്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെയുണ്ട് ഈ മൊബൈൽ ഫോൺ. അതിൽ പലപ്പോഴും വാർണിംഗ് മെസ്സേജസ് വരാറുണ്ട്. ആ വാർണിങ്ങിനെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങളെങ്ങനെ വളരെ നിഷ്പ്രയാസം ധനികനാകാം എന്നതേക്കുറിച്ചുള്ള ഉപദേശങ്ങളും വന്നു ചേരുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വർത്തമാന പത്രങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഈ വാർണിംഗ് ഒന്നും വകവയ്ക്കാതെ ഇതൊക്കെ തന്നെ അറിയുകയും ഇതൊക്കെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും കൂടി ചെയ്യേണ്ട പാണ്ഡിത്യമുള്ള ആളുകൾ പോലും ധനസമാഹരണത്തിൻ്റെ എളുപ്പമാർഗങ്ങളുടെ വിക്ടിംസായി മാറുന്ന ഇവൻസ് ധാരാളം നമ്മൾ കാണുന്നു. അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ. ഇതാണോ ശരി, അതോ ഇതല്ലാത്തൊരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണോ? ഇതാരാ ധരിക്കേണ്ടത്? ബ്രഹ്മചര്യാവസ്ഥയിലുള്ള ഒരാൾക്ക് പോലും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, അറിവ് ആവശ്യമാണ്, അനിവാര്യമാണ്. അതിൻ്റെ അടുത്ത ദശയിലും തീർച്ചയായും അതാവശ്യമാണ്. പ്രത്യേകിച്ചും കാമം എന്ന അടുത്ത പ്രക്രിയ. ഇന്നിപ്പോൾ ഒരു പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന വാനപ്രസ്ഥാശ്രമികളാണ് എന്ന് പരക്കെ എല്ലാവരും പറയുന്ന, അങ്ങനെയാണോ എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകൾ കേട്ടപ്പോൾ ഈ സദസ്സിലൊക്കെ വരുന്നവരൊക്കെ 60-നും 70-നും ഇടയിലുള്ളവരാണ് എന്നാരോ പരാമർശിച്ചു കേട്ടു. അത്രയും അങ്ങോട്ട് കടന്നിട്ടല്ല എന്നെനിക്ക് ഈ സദസ്സ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. എങ്കിലും ഈ സദസ്സിലൊക്കെ വരുന്നവർ ബ്രഹ്മചര്യാശ്രമം കടന്നവരാണ്. ഗൃഹസ്ഥാശ്രമികളും തീർച്ചയായും ഇവിടെ ഉണ്ട് എന്ന് പറയാം. അവരിൽ ചിലരെങ്കിലും ഇന്ന് വൈകുന്നേരത്തെ ഏതൊക്കെ സീരിയലുകളിൽ നഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയ ആധിയോടുകൂടിയല്ലേ ഇവിടെ ഇരിക്കുന്നത് എന്ന് സംശയിച്ചു പോകും.